പട്ടം കോളനിയുടെ ചരിത്രം പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയാണ് ജോൺ പുല്ലാട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. കല്ലാർ പട്ടം കോളനി ചരിത്ര വഴികളിലൂടെ എന്ന പേരിലാണ് പുസ്തകം. സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന പുല്ലാടൻ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പട്ടം കോളനിയുടെ ചരിത്രം പുസ്തകമാക്കിയത്. 15 വർഷത്തെ പ്രയത്നമാണ് ഈ പുസ്തകം. വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയങ്ങളായ ലേഖനങ്ങളും കവിതകളും കത്തുകളും അതോടൊപ്പം ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങളും കവിതകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ 1957 ഇവിടെ വന്നത്. 55 വല്യപ്പന് ഭൂമി കിട്ടി, 5 ഏക്കർ ഭൂമി കിട്ടിയാണ് വന്നത്. ചോറ്റുപാറയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇപ്പോഴുള്ള തലമുറയ്ക്ക് പട്ടം കോളനി എന്താണ് എന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. അന്ന് കോളനി കിട്ടിയതിൽ ഇനി 7-8 പേരോ ജീവിച്ചിരിപ്പുള്ളൂ. പിന്നുള്ളവർക്ക് ഇതേപ്പറ്റി പലരും പല പറയുന്നു. ഒരു പുസ്തകവും ബാക്കിയുള്ളത് നോക്കി പഠിക്കാൻ നോക്കിയിട്ടൊന്നുമില്ല. അതാത് സമയത്ത് ഞാൻ ഡയറി കുറിപ്പുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതേപ്പറ്റി ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിച്ചു. ആദ്യം കഴിഞ്ഞ കൊല്ലം 22 ഒരു പുസ്തകം എഴുതി. അന്നേരം അതിൽ ഒന്നും ഉൾക്കൊണ്ടില്ല, കുറെ ഭാഗമുള്ളൂ. പിന്നെ കൂടുതൽ വേണമെന്ന് വിചാരിച്ച് ജില്ലയെപ്പറ്റിയും ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടി മൊത്തമായിട്ടൊരു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഈ ഏലത്തെപ്പറ്റി ഈ റവന്യൂ ഭൂമി, ഉടുമ്പൻചോല താലൂക്ക് റവന്യൂ ഭൂമിയാണെന്നും അല്ലാതെ ഏലവനോ മറ്റുള്ളതോ അല്ലെന്നും പ്രത്യേകമുണ്ട്. അത് 2007 കലക്ടറെ അച്യുതാനന്ദൻ ചാർജ് എടുത്ത ഉടനെ ഈ ഇവിടുത്തെ ഭൂമിയെ സംബന്ധിച്ച് കൊടുക്കാൻ പറഞ്ഞ അനുസരിച്ച് പെട്ടെന്ന് കലക്ടർ ഉടുമ്പൻചോല തഹസിൽദാരോട് പറഞ്ഞു. തഹസിൽദാർ അന്നേരം തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി. അതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഉടുമ്പൻചോല താലൂക്ക് എന്ന് പറഞ്ഞാൽ റവന്യൂ ഭൂമി മാത്രമാണ്. അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് എഴുതണമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇതേപ്പറ്റി പഠിക്കുകയോ മറ്റുള്ളത് അവർ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് മൊബൈലേ കിട്ടും, ആവശ്യമുള്ള എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതായിട്ട് ഒരെണ്ണം എഴുതണമെന്ന് വിചാരിച്ചു. ഞാൻ ശേഖരിച്ചതും ബാക്കിയുള്ളത് അറിയാവുന്ന മുഴുവൻ അന്ന് തൊട്ടേ ആനയുടെ ഇവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഉള്ളതെല്ലാം ആന ഇവിടെ അക്കരെ വന്ന് അതിനെ കൊന്നതും എല്ലാം നമ്മൾ പോയി കണ്ടെത്തിട്ടുള്ള അന്ന്. വട്ടവടയെപ്പറ്റി ഇങ്ങനെയുമൊരു ജീവിത മേഖല. മയിലാടുംപാറയിൽ ബാംഗ്ലൂർ കെട്ടിട ദുരന്തം ആവർത്തിക്കുമോ? ആത്മഹത്യ ഒരു സാമൂഹിക വിപത്ത്. ഊരിൽ ഉരുൾ തേടുന്ന ഊരാളികൾ. പളിയന്മാർ വികസനം തേടുന്ന ഗിരിവർഗം തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ചിലതാണ്. 95 മുതൽ ലേഖനങ്ങളും കത്തുകളും മറ്റുമായി മാധ്യമരംഗത്തെത്തി. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം, മാർത്തോമാ സഭയുടെ മണ്ഡലാംഗം, ഇന്ത്യൻ നാണ്യവിള കർഷക സമിതി ജനറൽ സെക്രട്ടറി, ദക്ഷിണേന്ത്യൻ ഏലം കർഷക സമിതി സെക്രട്ടറി, ലവ് ആൻഡ് പീസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ, കാരുണ്യ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ഈ 73കാരൻ. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.